അവിട്ടം, ചതയം, പൂരുരുട്ടാതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ജ്യോതിഷപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് ചില മനുഷ്യരുടെ ജീവിതത്തിൽ അഥവാ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ആ വ്യക്തികൾക്ക് പോലും പലപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ളവയായിരിക്കും. കാരണം പലപ്പോഴും ഗുണങ്ങളായിരുന്നാലും ദോഷങ്ങളായിരുന്നാലും അത് അത്രയധികം സ്വാധീനം പലരിലും ചെലുത്തുകയും ആ സ്വാധീനത്താൽ ചില ആളുകൾക്ക് ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയും മറ്റു ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഭാഗ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും. അപ്രകാരം തന്നെയാണ് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നത്. ഇത് തുടക്കത്തിൽ പറഞ്ഞ 9 നക്ഷത്രത്തിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നക്ഷത്രക്കാരിലേക്ക് നവംബർ 9-ാം തീയതി വളരെ സവിശേഷതകൾ നിറഞ്ഞ ചില അനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് ജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും ശുഭകരമായ യോഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന രുചകയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിനാലാണ്. അതായത് ഈ യോഗം സിദ്ധിക്കുന്ന സമയത്ത് ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വന്നു ചേരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്നവയായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച രുചകയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും മഹത്തായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഫലപ്രകാരം ഈ സമയം കണക്കാക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ചില ദുരിതങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ആത്മവിശ്വാസം പോലും പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ തന്നെ ധനനഷ്ടങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാത്രമല്ല, ആരോഗ്യപരമായും വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പ്രതീക്ഷ വച്ചു പുലർത്തുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണാനില്ല. ഓരോ ദിവസങ്ങളും എങ്ങനെയൊക്കെയോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതല്ലാതെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇതിൽ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ രുചകയോഗം സിദ്ധിക്കുന്നതോടെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉന്നമനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും തെളിയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗമുണ്ടാകും. അതൊരു പക്ഷേ
നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ തുറന്നടിച്ച് പറയേണ്ടി വരികയും അതേസമയം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളോട് ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ യോജിക്കുകയും അതിലൂടെ നിങ്ങൾ ആ ജനസമൂഹത്തെ തന്നെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുകയും ചെയ്തേക്കാം. അത്തരത്തിൽ ഒരു സാഹചര്യം ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച ചില കുംഭം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ മറ്റുള്ള വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഒപ്പം തന്നെ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനുമുള്ള കരുത്ത് ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ നിങ്ങളുടേതായ കയ്യൊപ്പ് പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. ഇനി ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗ്യം എന്നത് ധനപരമായ നേട്ടങ്ങൾ തന്നെയായിരിക്കും. അതായത് കയ്യിൽ ഒരു രൂപ എടുക്കുവാനില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരാണ് നിങ്ങളെങ്കിലും ഈ ഒരു സമയത്ത് പല വിധത്തിലും നിങ്ങളിലേക്ക് ധനവരവുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ധനവരവ് ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, സമ്പാദിക്കുന്ന പണമെല്ലാം ഏതെങ്കിലും വഴികളിലൂടെ നഷ്ടമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഏതൊക്കെയോ നിക്ഷേപ പദ്ധതികളിൽ നിങ്ങൾക്ക് ഭാഗമാകുവാൻ കഴിയുകയും ഭാവിയിലേക്കുള്ള ചില സമ്പാദ്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് ഒരു രീതിയിലും പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയും വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ചെയ്തിരുന്ന ചില കടബാധ്യതകൾക്ക് പോലും പരിഹാരം കാണുവാനുള്ള യോഗവും കുംഭം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് വളരെയധികമാണ്. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നാളുകൾക്ക് മുൻപ് വീട് പണിക്ക് തുടക്കം കുറിക്കുകയും പിന്നീട് വീടിന് തറ കെട്ടി ഇട്ടതിനു ശേഷം മുന്നോട്ടുള്ള ഒരു പണികളും ചെയ്യുവാനുള്ള സാമ്പത്തിക വഴിയില്ലാത്തതിനാൽ വീടുപണി തന്നെ മുടങ്ങിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ചില കുംഭം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥ അനുഭവിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് ചില ധനവരവുകൾ നിങ്ങൾക്കുണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ വീടിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ച ഒരു അനുഭവം തന്നെയാണ് കുംഭം രാശിക്കാരിൽ കാണുന്നത്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ പല വിധത്തിലും നിങ്ങളിലേക്ക് ഭാഗ്യം വന്നെത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത്. ഇനി രണ്ടാമതായി ഈ നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രുചകയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ട് ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുന്ന പല വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ള ദിവസങ്ങളും സാഹചര്യങ്ങളും വളരെ ചുരുക്കമാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ചെറിയ കാര്യം എടുത്തു നോക്കിയാൽ പോലും അതിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഓർമ്മകളാണ് നിങ്ങൾക്ക് കൂടുതലുമുള്ളത്. ഒപ്പം തന്നെ ഇപ്പോഴും ഓരോ ദിവസവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള ആഗ്രഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളവയാണ്. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എന്നുവേണ്ട എല്ലാം തന്നെ നിങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നവയാണ്.
അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ ചില വൃശ്ചികം രാശിക്കാർക്ക് ഭൂസമ്പത്തും ധനസമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ ചില ഭരണസ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലപ്രകാരം കാണുന്നുണ്ട്. അതായത് ഈ ഒരു യോഗം നിങ്ങളിലേക്ക് ധനം അളവിൽ കൂടുതൽ ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ ചില ആഡംബരങ്ങളും മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന തരത്തിലുള്ള ചില അധികാര സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും നിങ്ങളിൽ സൃഷ്ടിക്കും. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു പുരോഗതി കാണുവാൻ കഴിയുന്ന പല അവസരങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതിനാൽ തന്നെ കടബാധ്യത കൊണ്ടൊക്കെ പൊറുതിമുട്ടി കഴിയുന്ന വൃശ്ചികം രാശിക്കാർക്ക് പൂർണ്ണമായി ആശ്വസിക്കുവാൻ കഴിയുന്ന ഭാഗ്യസമയം തന്നെയാണ് ഇത്. ഇനി അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു സമയത്ത് വളരെ മികച്ച രീതിയിലുള്ള ചില പ്രകടനങ്ങൾ പഠന കാര്യങ്ങളിലും കലാകായിക രംഗത്തുമെല്ലാം തന്നെ കാഴ്ചവെക്കുവാനും അതിലൂടെ ചില നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കളുടെ പഠന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കൊക്കെ ഈ ഒരു സമയത്ത് മക്കളിൽ ഉണ്ടാവുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ പല വിധത്തിലും കാണുവാൻ കഴിയും. ഇനി അതുപോലെ പുതിയ കർമ്മമേഖലയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഈ ഒരു സമയം ഏറ്റവും ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച ഏതെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി പോകുവാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാനും ഉത്തമമായ സമയം തന്നെയാണ് ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രുചകയോഗം സിദ്ധിക്കുന്ന ഈ സമയം വൃശ്ചികം രാശിക്കാർക്ക് മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്തുവാൻ കഴിയുകയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന വ്യക്തികൾക്ക് രോഗപ്രതിസന്ധികളിൽ നിന്ന് ശമനം കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച ചില വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ തീരുമാനങ്ങളെ മറ്റു ചില വ്യക്തികൾ വെല്ലുവിളിക്കുകയും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുവാനായി മറ്റു ചില വ്യക്തികൾ ശ്രമിക്കുന്നതുമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ ഈ രുചകയോഗം നിങ്ങൾക്ക് തുണയായി നിൽക്കുന്നതിനാൽ തന്നെ എത്രയൊക്കെ എതിർപ്പുകൾ വന്നാലും മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുകയും എതിർത്തു നിൽക്കുന്നവർ പോലും അതിശയിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങളെയും ഭയപ്പെടാതെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നതിലൂടെ ഒരു ജീവിത പുരോഗതി സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല കഷ്ടതകളെയും മറികടക്കുവാനും വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കാണുവാനുമുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരിൽ കൂടുതൽ വ്യക്തികളും ഇന്ന് ഈ നിമിഷം വരെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. അതായത് ഓരോ ദിവസവും ജീവിതത്തിൽ അത്രയധികം കാര്യതടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക പിരിമുറുക്കങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഇതുവരെ നിങ്ങൾ നേരിട്ട് വന്നിരുന്ന എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളും ചില ഐശ്വര്യം നിറഞ്ഞ അനുഭവങ്ങളുമാണ് ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്.
ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതം തന്നെ വേണ്ടെന്നുള്ള ചിന്താഗതിയിൽ എത്തി നിൽക്കുകയാണ്. കാരണം അത്രയേറെ ദുരിതങ്ങൾ നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മനസ്സമാധാനം വേണ്ടത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ കാലങ്ങളായി. സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത ചിന്തകൾ ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതെ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ടാവുകയും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ച് കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാനായി നിങ്ങൾ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകും. ഇനി ഇതിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന എന്തൊക്കെയോ മംഗളകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ നവംബർ 8-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. അതൊരു പക്ഷേ വിവാഹ കാര്യങ്ങളാകാം, മറ്റുള്ള എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമാകാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം സമ്മാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുന്നതുമാവാം. തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത് പോലുമാകാം. എന്തു തന്നെയായിരുന്നാലും ഒരു ശുഭകരമായ അനുഭവം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ രുചകയോഗത്താൽ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അതുമാത്രമല്ല, കർക്കിടകം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാർക്കും രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ സാമ്പത്തികമായി പല വിധത്തിലും നേട്ടങ്ങളുണ്ടാവും എന്നുള്ളതും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കാതെ കൂടുതൽ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുക. തീർച്ചയായും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടങ്ങൾ വന്നു ചേരുകയും കാര്യവിജയം നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. എല്ലാ രീതിയിലും കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം ഈ ഒരു സമയത്ത് തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രുചകയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പല ദുരവസ്ഥകളും ഇല്ലാതാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.